Hey guys, back to our channel. So we're back with another horror story. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഒരു ഫ്ലാറ്റിൽ നടന്നതാണ്. അപ്പോൾ ഈ ഫ്ലാറ്റിൽ ഇങ്ങനെ കുറേ ബ്ലോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ലൈക്ക് ഇങ്ങനെ കുറേ ബിൽഡിംഗ് ടൈപ്സ് ഓഫ് തിങ്സ് ഉണ്ടാവുമല്ലോ. അപ്പം ഇവർ താമസിക്കുന്നത് ഫസ്റ്റ് എടുത്ത ബ്ലോക്കിലാണ് എന്ന് പറയുമ്പോൾ അത് കുറേ പഴയതാണ്, അതെടുത്തിട്ട് കുറേ ഇയേഴ്സായി. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഒരു ബ്ലോക്ക് എടുത്തിട്ട് പിന്നെ അങ്ങനെയാണ് ബാക്കി ബ്ലോക്സ് ഒക്കെ എടുത്തത്. പിന്നെ അപ്പോൾ അവര് സ്റ്റേ ചെയ്യുന്നത് ഫസ്റ്റ് ബ്ലോക്കിലാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് വിരിച്ചിടുമല്ലോ. അപ്പം ഇവരിങ്ങനെ ടെറസിലാണ്, ഫ്ലാറ്റായ കാരണം ടെറസിലാണ് വിരിച്ചിടാറ്. അവിടുത്തെ എല്ലാവരും ടെറസിലാണ് വിരിച്ചിടാറ്. അപ്പം അവിടെ അല്ലെങ്കിൽ ഇവരുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പം അവിടെ കുറേ ഫ്ലോർസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഇവര് നോർമലി ഇങ്ങനെ മറ്റേ ഡ്രസ് വാഷ് ചെയ്തിട്ട് തുണി വിരിച്ചിടാനായിട്ട് മോർണിംഗോ ഇങ്ങനെ ആഫ്റ്റർനൂണോ എന്തോ വിരിച്ചിടാൻ പോയി. അപ്പൊ അങ്ങനെ പോയിട്ട് വിരിച്ചിട്ടിട്ട് വന്നിട്ട് ഓക്കെ, ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവര് തുണി എടുക്കാൻ മറന്നു, മനസ്സിലായോ? അപ്പം തുണി എടുക്കാൻ മറന്നിട്ട് ലൈക്ക് എന്താണ് കുറെ ലേറ്റായി, ടൈം കുറെ ലേറ്റായി. ഒരു 12:30 1 o'clock ആയി കാണും ടൈം. അപ്പം എത്ര ലേറ്റ് ആയാലും ആ ഡ്രസ് എടുക്കണമായിരുന്നു. അതുകൊണ്ട് എന്താണ് ഡ്രസ് എടുക്കാൻ പോയി. ടെറസിലാണെങ്കിൽ ലൈറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഫ്ലാഷ് ലൈറ്റ്, ഫോണിന്റെ ലൈറ്റ് വെച്ചിട്ട് തുണി എടുക്കാൻ പോയി. നോർമലി തുണി എടുക്കുന്ന അങ്ങനെ തുണി എടുത്തോണ്ടിരിക്കണേ. തുണി എടുത്തിട്ട് ഭയങ്കര ഇരുട്ടാണ് ടെറസിൽ. എല്ലാവരും തുണി എടുക്കാൻ വരും. പക്ഷെ അത് 1 o'clock ഒക്കെ ആയി, എല്ലാവരും ഉറങ്ങി. അപ്പോൾ ആരും തുണി എടുക്കാൻ വരില്ലല്ലോ, ഇയാളൊറ്റയ്ക്കായിരുന്നു. അപ്പം അങ്ങനെ ഈ തുണി എടുത്തിട്ട് തിരിഞ്ഞപ്പം പെട്ടെന്ന് ലൈക്ക് ഭയങ്കര ഒരു സെക്കൻഡ്സിൽ ഒരു രൂപം കണ്ടു. ഇറങ്ങി നമ്മൾ ആ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ സമയത്ത് നമുക്ക് ആ ഒരു രൂപത്തിന് നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു ഗേളാണ്. ഹെയർ ഷോർട്ടാണ്, ഇത്രേ ഉള്ളൂ, ഷോൾഡർ ലെവൽ വരെ ഹെയർ ഉള്ളൂ. പിന്നെ ഇട്ട ഡ്രസ് ഒരു ഫ്രോക്കാണ്, ലൈക്ക് ഒരു ഫ്ലവേഴ്സ്, ഓറഞ്ച് കളർ, പിങ്ക് കളർ, ലൈക്ക് ദ ടൈപ്പ് ഓഫ് വൈറ്റിന്റെ കൂടെ മിക്സ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഫ്രോക്കാണ് ഇട്ടത്. അപ്പോൾ ആ ഗേളിൻ്റെ ഒരു ഫേസ്, ഷീ വാസ് സോ ഡൾ ആൻഡ് ഷീ വാസ് ലൈക്ക് ഫേസ് വാസ് സോ ലൈക്ക് എന്താ പറയാ, ലൈക്ക് ഒരു സാഡ് ടൈപ്പ് ഓഫ് ആയിരുന്നു കൊച്ചിന്റെ ഫേസ്. എന്തോ ഒരു സങ്കടമുള്ള പോലെ മനസ്സിൽ, ആരെടുത്തോ എന്തോ പറയാനായിട്ട്, ആ മനസ്സിലുള്ള സങ്കടം തുറന്ന് പറയാനായിട്ട് അങ്ങനെ അതുപോലുള്ള പോലത്തെ ഒരു ഫേസ് ആയിരുന്നു. പക്ഷെ നമുക്ക് രാത്രി ആരായിക്കോട്ടെ എന്ത് കണ്ടാലും, എത്ര സങ്കടമുള്ള ഒരാളൊന്നും നമുക്ക് കണ്ടാലും നമുക്ക് സംസാരിക്കണമെന്ന് തോന്നൂലല്ലോ. ഇറ്റ്സ് നോട്ട് എ ഹ്യൂമൻ ബീയിങ്. സോ അത് വന്നിട്ട് പെട്ടെന്ന് പോയി, മനസ്സിലായോ? പിന്നെ വേഗം തുണി എടുത്തിട്ട് താഴെ വന്ന് ഇവരുടെ അടുത്തൊക്കെ കാര്യം പറഞ്ഞു. ഇങ്ങനെയാണ് ഒരാളെ കണ്ടു. അപ്പം അവരെല്ലാരും പേടിച്ചു, ഒബിയസ്ലി ആരായാലും പേടിക്കും. പേടിച്ച് എന്നിട്ട് പിന്നെ അങ്ങനെ ടെറസിൽ തുണി വിരിക്കലും അതൊക്കെ നിർത്തി, മനസ്സിലായോ? ആ ഒരു സീൻ കഴിഞ്ഞിട്ട് അവര് ടെറസിൽ തുണി വിരിക്കലും പോവലും അങ്ങനത്തൊക്കെ നിർത്തി. അവരിങ്ങനെ ടെറസിൽ നമുക്കിങ്ങനെ പോവാൻ നോക്കി, ആരായിക്കോട്ടെ ഇങ്ങനെ പോവാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സീൻ നടന്നു കഴിഞ്ഞിട്ട് പോവാനായിട്ട് അവിടെ ഡ്രസ്സ് പിന്നെയും വിരിക്കാനായിട്ട് ആർക്കും മനസ്സ് വരില്ല, അതാണോ? അപ്പോൾ ഈ സംഭവമൊക്കെ നടന്നിട്ട് കുറെ ഡേയ്സ് ആയി. അപ്പോൾ ഇങ്ങനെ നെയ്ബേഴ്സ് തമ്മിൽ സംസാരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇവർക്ക് അറിഞ്ഞത്. ഇങ്ങനെ ആ ഒരു സംസാരത്തിന്റെ ഇടയ്ക്ക് അപ്പോഴാണ് ഇവർ പറഞ്ഞത്, ഇവരുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ, ഈ ഫ്ലാറ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ, അതൊരു എന്താ പറയാ, ഒരു ഓൾഡ് ടൈപ്പ് ഓഫ് എന്ന് പറയാ, ലൈക്ക് കുട്ടി ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫ്ലാറ്റ്സ് അല്ല, അവർക്കൊരു അങ്ങനത്തെ ഒരു ഫ്ലാറ്റാണ്. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, എന്താണ് ഇവിടെ കുറെ ഡെത്ത്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു, ഒരു ചെറിയൊരു കൊച്ചുണ്ടായിരുന്നു. പണ്ട് ഇവർക്കും പറഞ്ഞു കേട്ടതാണ്, ഒരു ചെറിയൊരു കൊച്ചുണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് കത്തിയില്ല, എന്താണ് ഈ സംഭവം ഇവരെ കുറിച്ചാണ്, ആ ഒരു കണ്ട കൊച്ചിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഇവർക്ക് ആദ്യം മനസ്സിലായില്ല. ഇവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ച് ഇങ്ങനെ ട്യൂബർക്കുലോസിസ് വന്നിട്ടാണ് മരിച്ചത്. ചെറിയ കൊച്ചായിരുന്നു. ഭയങ്കരമായിട്ടും എന്താണ് ഒരു
ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എല്ലായിടത്തും ഭയങ്കരമായിട്ടും ചിരിച്ചും ഒരു എൻതൂസിയാസ്റ്റിക് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള, അങ്ങനെ ഒരു എന്താണ് ഭയങ്കരമായിട്ടൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. കുട്ടിക്ക് എന്താണ് ചെറുതാണെങ്കിലും ഭയങ്കര കുറെ അംബീഷ്യസ് ആയിരുന്നു. ഇങ്ങനെ ആവണം, അതാവണം, ഇതാവണം, നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടിക്ക് ഒരു വർഷം ട്യൂബർകുലോസിസ് TB വരുന്നത്. ആദ്യം മനസ്സിലായില്ല, ഭയങ്കര ഇതൊക്കെ ആയിട്ട് കുറച്ച് സീവിയർ ആയപ്പോഴാണ് ഇവർ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് ട്യൂബർകുലോസിന്റെ സ്റ്റേജിൽ കടന്നു. എന്തായാലും അത് രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ കൊച്ചിന് ഡെത്ത് ആയത്, സംഭവിച്ചത് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം ഇവർക്ക് പറഞ്ഞപ്പോ ഒരു കുട്ടി പെൺകൊച്ച് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ചെറുതായിട്ട് കത്തി. ചോദിച്ചു പെൺകൊച്ചോ, എത്ര വയസ്സ് കാണും? അപ്പൊ ഒരു ലൈക്ക് ഒരു 12 to 13 ഏജ്ഡ് ഗേളാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവര് പറഞ്ഞു. അപ്പം ഇവര് ചോദിച്ചു ഇവരുടെ ആരുടെയോ കയ്യിൽ എന്താണ് ഈ കൊച്ച് ഇവരുടെ ഈ കൊച്ചിന്റെ ആരോ റിലേറ്റീവ്സ് ഇവിടെ കുറച്ച് മറ്റേ വേറൊരു ബ്ലോക്കിൽ താമസിക്കുന്നുണ്ട്. ഈ കൊച്ച് മരിച്ചിട്ട് ഒരു കുറെ ഇയേഴ്സ് ആയി, ലൈക്ക് ഒരു 10 years എങ്ങാണ്ടും ഈ കൊച്ച് മരിച്ചിട്ടായി. അപ്പൊ ഇവരുടെ റിലേറ്റീവ്സ് അവിടെ ഉണ്ട്. അപ്പം ഈ റിലേറ്റീവ്സ് ഇവർക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കൊച്ചിന്റെ. അപ്പൊ ചോദിച്ചു ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്, ലൈക്ക് ഹെയറൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ട് ആ കുട്ടി മരിക്കുന്ന ദിവസം ഇട്ട ഡ്രസ്സ് ആണ് ഇവർക്ക്. അവരത് കൂടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ആ ഒരു കൊച്ച് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള കൊച്ചാണ്. അപ്പം അങ്ങനെ ആ ഒരു ഡ്രസ്സും കൂടി ഇവർക്ക് കാണിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡ്രസ്സ് ഇവരന്ന് കണ്ട് ആ ടെറസിൽ വെച്ച് കണ്ട ആ ഡ്രസ്സ്, സെയിം ഡ്രസ്സ് ആണ് ആ കൊച്ചു മരിക്കുമ്പോൾ ഇട്ട ഡ്രസ്സ്. ഇതൊക്കെ കേട്ടപ്പോ ആകെ ഷോക്കായി സാധനം. പിന്നെ എന്താണ് ഇവരുടെ അടുത്ത് പറയാനൊന്നുമില്ല, ഇങ്ങനെ കണ്ടു. പിന്നെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞ എല്ലാവർക്കും മൊത്തത്തിൽ പേടിയായി. പിന്നെ എന്താണ്, that's the story. If you like the story, like the video, subscribe, share. Bye.